നമസ്കാരം. CMP സംസ്ഥാന സെക്രട്ടറി, MBR ക്യാൻസർ സെന്ററിന്റെ വിജയശില്പികളിൽ ഒരാൾ, പ്രമുഖ സഹകാരി CN വിജയകൃഷ്ണനാണ് മുഖാമുഖത്തിൽ എന്നോടൊപ്പം. നമസ്കാരം സർ. MV രാഘവനുമായി ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരു വ്യക്തിത്വം. നമുക്കറിയാം, ഈ സഹകരണ മേഖലയിൽ വന്ന മാറ്റങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. എങ്ങനെയാണ് താങ്കൾ ഈ ഒരു സഹകരണ മേഖലയിലേക്കുള്ള ഒരു ചുവടുവെപ്പ് എങ്ങനെയായിരുന്നു? ചെറുപ്പത്തിൽ 18 വയസ്സാകുമ്പോൾ ആദ്യമായിട്ട് രാമനാട്ട് ഒരു ഹൗസിംഗ് സൊസൈറ്റി, ആ ഹൗസിംഗ് സൊസൈറ്റിയിലേക്ക് മത്സരിക്കുകയാണ് CPM. അന്ന് അവിടെ നിർദ്ദേശിക്കാനും പിന്താങ്ങാനൊന്നും ആളില്ല. അതൊക്കെ പതുക്കെ ഒപ്പിച്ച് മത്സരിച്ചപ്പം പാനലുണ്ടായില്ല. CPM-ന് 2 ആൾ, ഞാനും ഒരു പാലകൃഷ്ണൻ. അദ്ദേഹം പിന്നീട് പഞ്ചായത്ത് ദേശാഭിമാനിയിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫറൂഖ് പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയി. ഞങ്ങൾ 2 ആൾ മത്സരിച്ചപ്പോൾ അന്ന് 64 വോട്ടാണ് കിട്ടി. ഒരു വോട്ട് പോലും CPM-നില്ല. അന്ന് തൊട്ടിട്ട് സഹകരണ മേഖലയിൽ ഇതാണ്. പിന്നീട് NBR രാഷ്ട്രീയം മാറുന്നു, NBR വരുന്നു, NBR കഴക്കൂട്ടത്ത് വിജയിക്കുന്നു, സഹകരണ വകുപ്പ് മന്ത്രിയാവുന്നു. അപ്പോൾ നമ്മളെ ഐഡിയകളൊക്കെ നമ്മൾ ഉപയോഗിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫറോക്ക് അർബൻ ബാങ്ക്, കരുന്തിത്തി സർവീസ് സഹകരണ ബാങ്ക്, സിറ്റി സർവീസ് സഹകരണ ബാങ്കൊക്കെ, കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കൊക്കെ ഉണ്ടായി. കേരളത്തിലെ ഏറ്റവും വലിയ ബാങ്കുകളിൽ അതിനെ കവർ ചെയ്യാൻ വേറെ ഒരു ബാങ്കും ഇല്ല. കാലിക്കറ്റ് സിറ്റി സർവീസ് അത് ചുരുങ്ങിയ കാലഘട്ടം കൊണ്ടാണ് ഏറ്റവും വലിയ ബാങ്കായത്. ഇപ്പോൾ 1500 കോടിയിൽ മേലെ ഡിപ്പോസിറ്റ്, 32 ബ്രാഞ്ചസ് അല്ലേ? 26 ബ്രാഞ്ച്. എങ്ങനെയായിരുന്നു ഈ MBR-ഉമായിട്ടുള്ള താങ്കളുടെ അടുപ്പം? അദ്ദേഹത്തോടൊരു വലിയൊരു ആരാധന താങ്കൾ കാത്തു സൂക്ഷിക്കുന്നതായി അറിഞ്ഞിട്ടുണ്ട്. അതേക്കുറിച്ചൊന്ന് വിവരിക്കാമോ? NBR എന്നെ ഇഷ്ടപ്പെടുന്നതും എന്നോട് ഇരിക്കാൻ പറയുന്നതും, എനിക്ക് ആദ്യമായിട്ട് ഒരു കഷ്ണം പുട്ടും ഒരു പപ്പടം ഇട്ട് വരുന്നത് ഞാൻ ഫറോക്ക് അർബൻ ബാങ്കിൽ നിന്ന് RBI പെർമിഷൻ വാങ്ങി വരുമ്പോൾ അത് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, അത് കിട്ടി എന്നുള്ളത്. അപ്പം അന്നാണ് എന്നോട് ആ ഓർഡർ മുമ്പേ കാട്ടാൻ ചെന്നപ്പോഴാണ് എന്നോട് ഇരിക്കാൻ പറയുന്നത്. ഓക്കെ, അന്ന് അദ്ദേഹം തിരിച്ച് വയനാട്ടിലേക്കായിരുന്നു പരിപാടി. അപ്പം വയനാട്ടിലേക്ക് വന്ന് രാത്രി എന്നെ തിരിച്ച്, അങ്ങനത്തെ ഇന്നത്തെ മൊബൈലൊന്നുമില്ലല്ലോ, വീട്ടിലേക്ക് വിളിക്കുക, എത്രയായി, എങ്ങനെയായി, എന്തൊക്കെയായി എന്നൊക്കെ. അന്ന് ഒരു മാസം കൊണ്ട് ഇത് പൂർണ്ണമായിട്ട് RBI-ന്റെ കണ്ടീഷൻ മുഴുവൻ നമ്മൾ പാലിക്കണം. പക്ഷെ നമ്മൾ 20 ദിവസം കൊണ്ട് പാലിച്ചു. അപ്പം അതിൻ്റെ ഓരോ ദിവസം മൂപ്പര് വിളിക്കും. എന്താ അത്? പിന്നെ നികേഷ്, NBR ക്യാൻസർ സെൻ്റർ, അദ്ദേഹത്തിൻ്റെ മകൻ നികേഷ് NBR ക്യാൻസർ സെൻ്ററിൽ വന്ന് കണ്ടിട്ട്, അദ്ദേഹത്തിൻ്റെ പ്രതിമ ഇതൊക്കെ കണ്ടിട്ട് എന്നോട് പറഞ്ഞത്, അമ്മയ്ക്ക് ജനിക്കാതെ പോയ മകനാണ് എന്നാണ്. അതന്നെ ഒരു വലിയ അംഗീകാരമല്ലേ? തീർച്ചയായും. ആ ബന്ധം അവസാനം വരെ NBR-ആയിട്ട് നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ NBR ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, മനുഷ്യ സ്നേഹിയാണ്. തീർച്ചയായും. ഒരുപാട് മുഴുവല്ല, അയാളെ കൂടെയല്ല. അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ മരിച്ചപ്പോൾ, പാമ്പ് കടിയേറ്റ് മരിച്ചപ്പം രക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഏഷ്യയിൽ ആദ്യത്തെ പാമ്പ് ചികിത്സാ കേന്ദ്രം അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ദൂരക്കാഴ്ചയാണ്. പിന്നെ അയാളെ സംഘാടക എന്നുള്ളതിൽ NBR ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെ ഈ സഹകരണ മേഖലയിലെ ആദ്യ 5 സ്റ്റാർ ഹോട്ടൽ എന്നുള്ളതാണ് നമ്മുടെ സപ്ത. ഒരുപാട് വ്യത്യസ്തതകളാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടുത്തെ ക്ലൈമറ്റ്, അതുപോലെയുള്ള എല്ലാ ആംബിയൻസും മൊത്തം ആ ഒരു രീതിയിൽ. എന്തുകൊണ്ടാണ് താങ്കൾ ഈ ഒരു സംരംഭം തിരഞ്ഞെടുക്കാൻ, വയനാട് തന്നെ തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? വയനാട് ചെറിയ കുട്ടിയാകുമ്പം തന്നെ എന്നെ ആകർഷിച്ച ഒരു സ്ഥലമാണ്. അതിൽ വത്സൽ ടീച്ചർക്കാണ് വലിയ പങ്കുള്ളത്, പിന്നെ വർഗീസിന്. അതുകൊണ്ട് ഞാൻ SLC കഴിഞ്ഞ ഉടനെ തന്നെ വയനാട്ടിലേക്കൊരു യാത്ര, ആദ്യത്തെ യാത്ര. ഞാൻ ഇഷ്ടപ്പെട്ട ജില്ല കാണാൻ വേണ്ടി, ഇഷ്ടപ്പെട്ട ജില്ലയിൽ തിരുനെല്ലിയും വർഗീസിനെ കൊന്ന സ്ഥലം
തിരുനെല്ലി വത്സല ടീച്ചർ കഥകളിലും പിന്നെ സിനിമയായി അതൊക്കെ കണ്ടിട്ടുള്ള നെല്ല്. ആ അപ്പോൾ നെല്ലിൽ പ്രാമൻസീർ ലോറി കയറി അന്നത്തെ കാലത്ത് ചുരത്തിൽ കയറി ഇങ്ങനെ വരുന്നതും കൈ കാട്ടി നിർത്തിയിട്ട് അന്ന് അപ്പം അതെങ്ങനെ എന്നൊക്കെ അതിന് വയനാട്ടിൽ വന്ന് അപ്പോൾ വയനാടിനെ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ആ ഇഷ്ടം അത് വയനാട്ടിന് എന്തെങ്കിലും ചെയ്യണം, ഒരു സംഭാവന നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോഴാണ് ലാഡർ CM ബാലകൃഷ്ണനാണ് ലാഡറിൻ്റെ യഥാർത്ഥ ശില്പി. കാരണം മൂപ്പര് നിർബന്ധിച്ചിട്ടാണ് ഞാൻ ലാഡർ ഉണ്ടാക്കി. അപ്പോൾ വയനാട്ടിലൊരു 5 സ്റ്റാർ ഹോട്ടൽ, എന്തുകൊണ്ട് സാധാരണക്കാരന് ഒരു 5 സ്റ്റാർ ഹോട്ടൽ? ഞാനവിടെ താമസിക്കാറില്ല, വയനാട്ടിൽ വന്നാലും ഇവിടെയാണ് താമസിക്കാറില്ല. പക്ഷെ സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഒരു കൂട്ടായ്മയ്ക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയ 5 സ്റ്റാർ ഹോട്ടൽ, ആദ്യത്തെ 5 സ്റ്റാർ ഹോട്ടലായിട്ട് സപ്ത നിൽക്കുന്നത്. ആദ്യത്തെ 5 സ്റ്റാർ ഡീലക്സ് ആവുകയാണ് ഏപ്രിൽ മെയ് മാസങ്ങളിലേക്ക്. അതിനൊരു അംഗീകാരം കൂടെ. അതെ 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 അതെ, അതും കൂടിയും വരും. അതെ. അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് വയനാടിനോടുള്ള താങ്കളുടെ ആ ചെറുപ്പം മുതലുള്ള ഒരു പ്രത്യേക ഒരു താല്പര്യം തന്നെയാണ് ഇതിനൊക്കെ കാരണം. ഉറപ്പായിട്ടും. നമുക്കറിയാം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് വയനാടിനെ സംബന്ധിച്ച് ക്യാൻസർ രോഗികളുടെ എണ്ണം വയനാട്ടിൽ നാൾക്ക് നാൾ വർദ്ധിച്ചു വരും. നമ്മുടെ ഈ സെൻസസ് എടുത്തു കഴിഞ്ഞാലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വയനാട്ടിൽ ഇപ്പോൾ ഈ തോട്ടം മേഖലയിലൊക്കെ ക്യാൻസർ ബാധിതർ വർദ്ധിച്ചു വരുന്നതായി കാണുന്നു. ആദ്യമൊക്കെ നമുക്കറിയാം ഈ ഒരു ക്യാൻസർ ബാധിതനായി മാറിയാൽ ചെറിയ ചികിത്സ നടത്തി അവിടെ അത് അവസാനിപ്പിക്കുന്ന ഒരു തരത്തിലേക്കായിരുന്നു കാര്യങ്ങൾ പോയത്. പക്ഷേ ഈ ഒരു താങ്കളുടെ ഈ ഒരു MBR എന്നുള്ളൊരു സ്ഥാപനം വന്നതോടുകൂടി താങ്കൾ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാർക്ക് കൂടെ അപ്രാപ്യമാകുന്ന രീതിയിലേക്ക് ആ ഒരു ചികിത്സാ രംഗം മാറുന്നൊരവസ്ഥയാണ്. കാരണം വയനാട്ടിൽ നിന്നുൾപ്പെടെ ഒരുപാട് പേർ ഇപ്പോൾ ചികിത്സ തേടി MBRൽ എത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു ആ ഒരു സംഭവത്തിന് പിന്നിലുള്ള ഒരു ഇതെന്തായിരുന്നു? ഞാൻ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരെ എയിം ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു അത്തരത്തിലുള്ള ഒരു ഇത്രയും വലിയൊരു സംരംഭത്തിന് തുടക്കമിടാനുണ്ടായ സാഹചര്യം? തുടക്കമിടാനുള്ളതിൻ്റെ ആശയം എന്ന് പറയുന്നത് എൻ്റെ സിറ്റി സർവീസ് സഹകരണ ബാങ്കിലെ GM സാജു ജെയിംസ്, അവൻ കല്യാണം കഴിച്ച് അവൻ്റെ ഭാര്യ പ്രസവിച്ച് ക്യാൻസറായിട്ട് മരിക്കുക പെട്ടെന്ന്. ആ കുട്ടിയുടെ മരണം കണ്ട് അവരുടെ ഡെഡ് ബോഡി കണ്ട് അന്ന് ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു കൃഷ്ണനാരായിരുന്നു അന്ന് NVRലെ സമയമാണ്, തിരുവനന്തപുരത്ത് കൊണ്ടുപോയി അവിടുന്ന് മടക്കാൻ വേണ്ടി പറഞ്ഞു. അത് NVR രാത്രി വിളിച്ചിട്ട് അവർ മടക്കാൻ പറഞ്ഞിരിക്കുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 2-3 ദിവസം കൂടി നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. പ്രയാസമെന്നാ ഡോക്ടർ പറയുന്നത്, ഞാൻ പറയാം എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും അവർ ഈ ചാലക്കുടിയിലെ എന്താ ക്രിസ്ത്യൻസിൻ്റെ ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയാൽ മാറും എന്നൊരു വിശ്വാസം അവർക്ക്. അപ്പോൾ ഉടൻ എടുത്ത് കൊണ്ടുപോയി, എന്തായാലും ഡിസ്ചാർജ് ഉറപ്പാണ്, അപ്പോൾ എടുത്ത് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അവിടെ എത്തി 3-ാമത്തെ ദിവസം അമലയിൽ പോയിട്ട് കുട്ടി മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവളെ ഡെഡ് ബോഡി കണ്ട് ഇറങ്ങുമ്പോൾ തോന്നി എന്തുകൊണ്ടൊരു ക്യാൻസർ സെൻ്റർ കോഴിക്കോട് പറ്റൂല. പിന്നീട് അത് വഴുകി, ഒന്ന് NVRോട് സമ്മതം കിട്ടാൻ വഴുകി, അങ്ങനെ വഴുകി. പിന്നീടാണ് ഇതൊക്കെ പൂർത്തിയാക്കിയത്. അപ്പോൾ എങ്ങനെയാണ് ഈ ആളുകളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഈ സാധാരണക്കാരന് താങ്ങാൻ കഴിയില്ല. നിങ്ങൾ ഉദ്ദേശിച്ച എന്തിയല്ല, പകുതി വഴിക്ക് ചികിത്സ നിർത്തി പോവുകയാണ് ആളുകൾ. ആരും അത് ചിന്തിക്കുന്നില്ല, പൂർത്തിയാക്കുന്നില്ല. താങ്ങാൻ അവർക്ക് കഴിയില്ല. സാമ്പത്തികം തന്നെയാണ് പ്രശ്നം. അപ്പം അതിനെന്ത് മറികടക്കാൻ കഴിയും ഈ സാധാരണക്കാർ വന്ന് ഇങ്ങനെ പറയുന്നതിൽ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാജു ജെയിംസ്. അവൻ എന്നോട് പറഞ്ഞു, സാറേ അന്ന് 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ അവർക്ക് 5 ലക്ഷം വരെ പലിശ ഉണ്ടാവില്ല, എപ്പം വേണമെങ്കിൽ നമുക്ക് പൈസ തിരിച്ചു കൊടുക്കാം. പക്ഷെ അതോടുകൂടി ആ സ്കീം പോകും. 60 വയസ്സ് വരെയുള്ള ആളുകൾക്ക് കൊടുക്കുക എന്നൊരു സ്കീം അവൻ ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് തോന്നി ലോകത്തെ ഏറ്റവും നല്ലൊരു സ്കീമാണ് അത് ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പം ഏകദേശം 30,000 ആളുകൾ അതിൽ വന്നിട്ടുണ്ട്. 10,000 രൂപ നിക്ഷേപിച്ചു. അതെ, 112 ആളുകൾക്ക് അതിൻ്റെ ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ.
അതാണ് അതിൻ്റെ ഒരു അത് സാധാരണക്കാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. പക്ഷെ അതിനെന്താ വെച്ചാൽ സാധാരണക്കാരല്ലാത്ത ആളുകളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു സൂക്കട് ഒരു വീട്ടിൽ ഒരാൾക്ക് വന്നതിൻ്റെ ശേഷം അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് ആയിരിക്കും അതിനെക്കുറിച്ച് ചിന്ത വരുന്നത്. പക്ഷെ അതിന് മുൻകൂട്ടി കാണാനുള്ളൊരു ഇതാരും വരുന്നില്ല. തീർച്ചയായും മറ്റൊരു കാര്യം എന്നുള്ളത് നമ്മുടെ ഈ ഒരു സഹകരണ മേഖലയെക്കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും ഈ ഒരു ടൂറിസം മേഖലയിലേക്ക് എങ്ങനെ ആ ഒരു മാറ്റം ഏത് തരത്തിലായിരുന്നു? അല്ല, ഈ ലാഡറിൻ്റെ ലക്ഷ്യങ്ങളിലതാണ് തിയേറ്ററുകൾ, ഹോട്ടലുകൾ, ടൗൺഷിപ്പുകൾ ഒക്കെ നിർമ്മിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ. IT പാർക്കുകൾ, വിപുലമായ ടൗൺഷിപ്പുകൾ, പിന്നെ നമ്മുടെ ഞാനതിന് ശ്രമിച്ചതായി ഇപ്പം ശ്രമിച്ചിരിക്കുന്നത് സീനിയർ സിറ്റിസൺ വില്ലേജ്. അതിനുവേണ്ടി നമ്മൾ പാലക്കാട് മുതലമടയിൽ 43 ഏക്കർ സ്ഥലം എടുത്ത് അതിൻ്റെ പടിപ്പുരയിലാണ്. അത് ഏറ്റവും ആധുനികമായിട്ടുള്ള സീനിയർ സിറ്റിസൺ വില്ലേജ്. ഒന്നെന്താ വെച്ചാൽ മക്കൾ നോക്കാത്ത ഒന്നുമല്ല പ്രശ്നം, മക്കൾക്ക് നോക്കാനുള്ള സമയമില്ല. രണ്ടാമത് അവരുടെ കയ്യിലൊക്കെ പൈസയുണ്ട്, അവർക്ക് ഒരു സ്ഥലം വേണം, അവരെ സംരക്ഷിക്കാൻ ഒരു ഇത് വേണം. അപ്പോൾ ഹോസ്പിറ്റൽ അടക്കമുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടൽ അടക്കമുള്ള ഒരു വലിയ സംവിധാനമാണ് ഒരുക്കാൻ മനസ്സിലാലോചിച്ചിട്ടുള്ളത്. ആ നടപടി നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഈ ഫ്ലാറ്റ് സംവിധാനങ്ങൾ, ഇപ്പോൾ ലാഡറിനെയൊക്കെ കുറിച്ച് താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി. ഫ്ലാറ്റ് സംവിധാനങ്ങൾ ഈ ഒരു ജനകീയമാക്കുന്നതിലും താങ്കൾ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അത്? സാധാരണക്കാരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഫ്ലാറ്റ് സംവിധാനങ്ങളിൽ നിന്നൊക്കെ അകന്നു മാറുന്നൊരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ പേർ അതിലേക്ക്, ആ ഒരു സംവിധാനത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അതിന് താങ്കൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? കേരളത്തിലും ഇന്ത്യയിലും ആദ്യമായിട്ട് ഫ്ലാറ്റ് ഉണ്ടാക്കിയത് എൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാവും. അത് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന് ഞങ്ങളതിലന്ന് പൈസയില്ല, വേണ്ടത്ര പൈസയില്ല. സ്ഥലം വാങ്ങി ടൗണിൽ തന്നെ 63 സെൻറ്റ് സ്ഥലം ചാലപ്പുറത്ത്. അപ്പം അതങ്ങനെ പണി എടുക്കാൻ പറ്റും, എങ്ങനെ പൂർത്തിയാക്കാൻ പറ്റുമെന്നൊക്കെ ആലോചിച്ചപ്പോൾ അതിൻ്റെ ഡിസൈനിൽ മുമ്പിൽ ബാങ്കിൻ്റെ സ്ഥലം, ബാക്കി പിന്നിൽ 50 ഫ്ലാറ്റുകളും. അപ്പോൾ ആ 50 ഫ്ലാറ്റുകൾ കോൾ ചെയ്തപ്പം തന്നെ ഞങ്ങൾക്ക് ഫണ്ട് വരാൻ തുടങ്ങി. ഞങ്ങളത് ഉണ്ടാക്കുമ്പോൾ ഞങ്ങളുടെ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് 62 കോടിയാണ്. ഈ ഫ്ലാറ്റുകൾ വന്നപ്പോൾ ഡിപ്പോസിറ്റ് ഒറ്റയടിക്ക് കയറിയത് 300-350 കോടിയിലേക്കാണ്. NBR വന്നപ്പോൾ അത് 1500 കോടിയിലേക്ക് കയറി. അതാണ് അതിൻ്റെ വ്യത്യാസം. അങ്ങനെ ആദ്യമായിട്ട് സഹകരണ മേഖലയിൽ നമ്മൾ തുടങ്ങി. അതന്നെ ലാഡറിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു ആ ഒരു രീതിയിലേക്ക് തന്നെ സാധാരണക്കാരെ ആകർഷിക്കുന്ന തരത്തിലേക്ക് തന്നെ മാറ്റം വരാൻ സാധിച്ചു. ഇപ്പോൾ നമ്മൾ സഹകരണ മേഖല പറഞ്ഞു, അതുപോലെ ടൂറിസം ഇതായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞു. ഞാൻ താങ്കളുടെ ഒരു സ്പീച്ച് കേട്ടിട്ടുണ്ട്. അതിൽ താങ്കളൊരു സിനിമാ മേഖലയിലേക്ക് കടക്കുന്നതായിട്ട് മുൻപ് ഞാൻ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ 2 സിനിമകൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് താങ്കൾ എവിടെയോ സംസാരിച്ചതായി കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സിനിമാ മേഖലയിലേക്കും ചുവട് വയ്ക്കുകയാണോ? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ആയിട്ടുണ്ടോ? ഈ സിനിമാ മേഖലയിലേക്കില്ല. കാരണം തിയേറ്റർ ഞങ്ങൾക്കുണ്ട്. ലാഡറിന് ഇപ്പം 4 സ്ക്രീനുകളുടെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹരിപ്പാടിനും കായംകുളത്തിനും ഇടയിൽ ഒറ്റപ്പാലത്ത് 3 സ്ക്രീൻ, ഏറ്റവും ആധുനിക സൗകര്യം മൾട്ടിപ്ലക്സിന്. അതെ. അതുപോലെ തന്നെ മഞ്ചേരി 5 സ്ക്രീനും. അപ്പോൾ അത് നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി ആഴ്ചകളിൽ ഇഷ്ടംപോലെ സിനിമകൾ ഇറങ്ങുന്നുണ്ട്, നല്ല കഥകളുമുണ്ട്. പക്ഷേ സിനിമ 6 സിനിമ ഇറങ്ങിയാൽ ഒരു സിനിമ പോലും വിജയിക്കില്ല. എപ്പോഴെങ്കിലും ഒരു സിനിമയാണ് വിജയിക്കുക. അപ്പോൾ അപ്പണിക്ക് ഇല്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞ് സിനിമ നിർമ്മാണമില്ല. തിയേറ്ററുകാർക്കും ബുദ്ധിമുട്ടാണ്. കാരണം നല്ല സിനിമകളില്ലെങ്കിൽ തിയേറ്ററിന് ഭയങ്കരമായ നഷ്ടമാവില്ല. അപ്പോൾ ആ ഒരു ഇത് വേണ്ട, അത് വേണ്ടെന്ന് വെച്ച് തീരുമാനിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ കാലിക്കറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ദീർഘകാല ചെയർമാൻ ഇപ്പോൾ താങ്കൾ ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതിൻ്റെ ആ ഒരു ബാങ്കിൻ്റെ പ്രവർത്തനം, കാരണം അത് അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു ബാങ്കാണ് കാലിക്കറ്റ് സിറ്റി കോഓപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ളത്. അതിൻ്റെ ഒരു പ്രവർത്തനത്തെക്കുറിച്ചൊന്ന്. അത് എൻ്റെ ഇഷ്ടത്തിന് തുടങ്ങിയല്ല. കരുവന്തുരുത്തി ബാങ്ക് എന്നൊരു ദിവസം ഞാൻ എൻ്റെ മകനെ നോക്കണക്കാട്ടും നോക്കിയത് ആ കരുവന്തുരുത്തി ബാങ്ക്. ആ ബാങ്കിൽ നിന്ന് രാജിവെക്കണം എന്ന് NBR പറയാം.
ഗൗരവമായിട്ടാണോ നിങ്ങൾ പറയുന്നത്? അത് ആ ഗൗരവമായിട്ടാണ്. അപ്പോൾ രാജിവെച്ച് കൊടുത്തു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് മൂപ്പര മനസ്സിലുള്ളതൊന്നും പറയില്ല, ഇങ്ങനെ സിറ്റി വാങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കൂല, കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അവിടുന്ന് രാജിവെക്കാൻ പറയും, അതുകൊണ്ട് ഞാനില്ല, പരിക്ക് ഇല്ല എന്നാണ്. പിന്നെ പാർട്ടിയും രാജ്യാനൊക്കെ പഞ്ചായത്ത് XMB അദ്ദേഹമൊക്കെ പഞ്ചായത്ത് പറഞ്ഞിട്ടാണ് ഞാൻ പോയി നിന്നത്. പക്ഷെ അതൊരു വലിയൊരു തുടക്കം ആയിരുന്നു. തുടക്കം മാത്രമല്ല, ഒരു ചരിത്രമാണ്. സഹകരണ മേഖലയിലെ ചരിത്രം മാറ്റി. അന്ന് വരെ കമ്പ്യൂട്ടറിൽക്കാരനുള്ള സർവീസ് സഹകരണ ബാങ്കുകളില്ല, അത് നമ്മൾ കൊണ്ടുവന്നു. പിന്നെ ഫുള്ള് AC സംവിധാനങ്ങൾ, പിന്നെ ഡ്രസ് കോഡ് ജീവനക്കാർക്ക്. അന്നത്തെ കാലത്ത് ഒരു ICICI ബാങ്കിൻ്റെ ലെവലിലേക്ക് സഹകരണ മേഖലയിൽ കൊണ്ടുവരാൻ സാധിച്ചു. അത് മാതൃകയായി. അതെ. ഇനി നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ലോക്സഭ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരികയാണ്. CMP സീറ്റ് എന്തെങ്കിലും ആവശ്യപ്പെട്ടിരുന്നോ UDF-നോട്? CMP UDF-നോട് രാജ്യസഭാ സീറ്റും 3 നിയമസഭാ സീറ്റും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം അത് പരിഗണിക്കും, അനുകൂലമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. അത് പറയേണ്ടത് CP ജോണാണ്. അതുകൊണ്ട് അത് ഞാൻ പറയുന്നത് ശരിയില്ല. പക്ഷെ ഇത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ പേടിക്കേണ്ട, വയനാട്ടിലേക്ക് ഇപ്പോൾ ഞങ്ങൾ ഈ മൃഗങ്ങൾ ആക്രമിച്ചവരൊക്കെ സഹായിക്കുമ്പോൾ ചിലവരെ ചോദിക്കുന്നുണ്ട് CMP ഉണ്ടാക്കാനാണോ. ഞങ്ങൾക്ക് CMP ഒക്കെ കൊള്ളണമെന്നൊന്നുമില്ല. അതുകൊണ്ടല്ല, മനുഷ്യത്വപരം. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമുള്ളവനായിരിക്കണം. അവനെന്തൊക്കെ സ്വന്തം വർഗത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റുമോ വെച്ചാൽ മനുഷ്യവർഗത്തിന് അത് നമ്മൾ ചെയ്തു കൊടുത്തിരിക്കണം. എന്നെ ഏറ്റവും വേദനപ്പെടുത്തിയത് മിഞ്ഞാന്ന് ഞാൻ പോയപ്പം നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് വയനാട്ടുകാർ. അയാളുടെ പേര് രാജു എന്ന് പറഞ്ഞാൽ അയാൾ ആന എടുത്ത് വലിച്ചെറിഞ്ഞതാണ് 4 കൊല്ലമായിട്ട്. 3 പെൺകുട്ടികൾ, 3ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, മൂത്ത കുട്ടി BSc നഴ്സിംഗ് ലാസ്റ്റ്, രണ്ടാമത്തെ കുട്ടി +2 SLC-ക്ക് പഠി. ആ സ്ത്രീയെ, അയാളെ ഭാര്യനെ ഞാൻ തൊഴുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഈ ഭാഗത്ത് തൊട്ടിട്ട് മുഴുവൻ തളർന്ന് കിടക്കുന്ന ഒരാളെ അവർ പൊന്നുപോലെ നോക്കുന്നത് കണ്ടപ്പോൾ അവരോട് കൈകൂപ്പല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. ഞങ്ങൾക്ക് സഹായിച്ച് പോരാന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താ ആലോചിക്കുന്നത് വെച്ചാൽ, ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അദ്ദേഹം ഓസ്ട്രേലിയയിലും ഒക്കെ ബിസിനസ്സുള്ള കക്ഷിയാണ്, അഹമ്മദ് കോയ എന്ന് പറഞ്ഞിട്ട്. നമ്മളെ ഈ സീല് അയാളാണ് ലോകത്ത് മുഴുവൻ സീലിൻ്റെ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അയാളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു മാസത്തിൽ ഒരു 10,000 രൂപയെങ്കിലും അവർ അക്കൗണ്ടിലേക്ക് കൊടുക്കണം. എന്നാൽ ആ കുടുംബത്തിന് എത്ര കാലം ജീവിച്ചു പോവാം. ഇപ്പം തൊട്ടടുത്തുള്ള ഈ ഫോറസ്റ്റിൻ്റെ ഓഫീസ് അടിച്ചു വാരിയാൽ 8,000 രൂപ കിട്ടും. അതുകൊണ്ട് ആ കുടുംബം ജീവിക്കുന്നത്. അയാൾക്കൊരു വീൽ ചെയർ പോലും ഇല്ല. അതാ സ്ഥിതി. ഇതൊക്കെ അത് അത്ര ഇതാണ്. എന്നോടൊരു പത്രക്കാരനാണ്, ഞാൻ പത്രസമ്മേളനം നടത്തുമ്പോൾ ഈ കാര്യം പറഞ്ഞു. അയാൾ ആരാന്ന് എനിക്കറിയില്ല. അയാളാ പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട്, ഒന്ന് പോയി നോക്കണം. അപ്പം അയാളോട് നന്ദി പറയുന്നുണ്ട്. കാരണം അങ്ങനെ ഒന്ന് കാട്ടി തന്നില്ല, സംഭവം അറിയിച്ചതിന്. അയാൾ ആരാ, മനോരമേൻ്റെയാണോ മാതൃഭൂമിൻ്റെയാണോ ഏതാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് കണ്ടപ്പം വല്ലാത്ത ദുഃഖം അതുണ്ട്. ലീഡർഷിപ്പ് അതൊരു കോൺഗ്രസിൻ്റെ ഒരു പ്രധാന വിഷയമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഈ VD സതീശനായി കഴിഞ്ഞാലും KPCC പ്രസിഡന്റ് K സുധാകരൻ, അദ്ദേഹം തന്നെ പറഞ്ഞത്, ഞാൻ മുൻപ് പറഞ്ഞത്, ഞാൻ KPCC പ്രസിഡൻ്റായി വരികയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ പാർട്ടിക്കുള്ളിൽ വരുത്താൻ എനിക്ക് കഴിയുമെന്ന് അദ്ദേഹം KPCC പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ പലതവണ മാധ്യമങ്ങളോട് ആവർത്തിച്ചിട്ടുണ്ട്. VM സുധീരനൊക്കെ KPCC പ്രസിഡൻ്റായിരിക്കുന്ന ആ ഒരു സമയങ്ങളിലൊക്കെ. പക്ഷേ അദ്ദേഹം വന്നതിന് ശേഷവും കാര്യമായി ഇത്തരം വലിയ വലിയ അടിയൊഴുക്കുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയങ്ങൾക്കൊക്കെ താങ്കളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? ഇതിനൊക്കെ ഉള്ള ഒരു കാരണമായിട്ട് എന്താണ് പറയുന്നത്? ലീഡർഷിപ്പ് കോൺഗ്രസ്സിന് കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല.
പണ്ടത്തെ കേൾക്കുന്ന പേരുകൾ എന്ന് പറയുന്നത് അത്ര ഇല്ലെങ്കിലും VD സതീശൻ, അതുപോലെ തന്നെ സുധാകരനൊക്കെ പഴയ ഏകദേശം വയലാർ രവീൻ്റെ കൂടെ അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയുള്ള VN സുധീറിൻ്റെ കൂടെ, മുല്ലപ്പള്ളീൻ്റെ കൂടെ ആ റോ ആണ്. അതിൻ്റെ മൂപ്പരെ പ്രവർത്തനം നിങ്ങൾ ആലോചിച്ചാൽ അദ്ദേഹം വന്നതിൻ്റെ ശേഷമാണ് ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടത്തിയിട്ടുള്ളതെന്നൊന്ന് ആലോചിക്കണം. അത് ചെറുതായാലും ബ്ലോക്ക് ഇത് എന്നും സമരങ്ങളുണ്ട്. കോൺഗ്രസ് നടത്താത്തതാണ്. അതെ, അത് നിങ്ങൾക്ക് AK ആൻ്റണി പ്രതിപക്ഷ നേതാവുമ്പോൾ ആകെ നടത്തിയ ഒറ്റ ജാതിയേ ഉള്ളൂ, അത് UDFൻ്റെ ജാതിയാണ്. അന്നാണ് 99 സീറ്റ് കിട്ടി. കോൺഗ്രസ് ഇത്ര ഒരു എന്താ പറയുക, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു ചലനത്തിനെ പോലെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ത് പറഞ്ഞാലും ഈ കാലഘട്ടത്തിൽ. പിന്നെ ഒരു പുതിയ തലമുറ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് VD സതീശനിലൂടെ. അങ്ങനെയുള്ള ആളുകളോട് കുറച്ച് യുവതലമുറകൾ പ്രസരിപ്പുള്ള എത്രയോ ആളുകൾ ഷാഫി പറമ്പിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട്. ചെറുപ്പക്കാർ കയറി വരുന്നുണ്ട്, സ്ത്രീകളൊക്കെ കയറി വരികയാണ് ഭയങ്കരമായി. പക്ഷെ അതിനിടയ്ക്കുള്ള ഈ ഒരു വിഷയം അത് സ്വാഭാവികമല്ലേ. നമ്മളെ വീട്ടിൽ അച്ഛന് വയസ്സായാലും ഉണ്ടാവുന്ന ഒരു ചെറിയ കുഴപ്പമുണ്ടല്ലോ, അത് കോൺഗ്രസ്സിലും എല്ലാ പാർട്ടികളിലും ഉണ്ടാവും. അത്ര ആലോചിച്ചാൽ മതി, അത്ര ആലോചിച്ചാൽ മതി. പക്ഷെ കോൺഗ്രസ് നശിച്ചു പോവില്ല. ഇന്ത്യയിൽ കോൺഗ്രസ്സേ നിലനിൽക്കുള്ളൂ. ഒക്കെ ഇന്ന് പോയവർ നാളെ പോയവർ ഒക്കെ എന്തൊക്കെയാവും എങ്ങനെയൊക്കെയാവും എന്നൊക്കെ നിങ്ങൾ കാലം തെളിയിക്കും. ഇന്ന് പത്മജ വേണുഗോപാലാണ് പോകണമെന്ന് വെച്ചാൽ പത്മജ വേണുഗോപാൽ AK ആൻ്റണീൻ്റെ മകനും ആയാൽ ഒന്നാലോചിക്കണോ? എൻ്റെ അച്ഛൻ എന്തൊക്കെയായോ അതൊക്കെ കോൺഗ്രസ് ഉള്ളതുകൊണ്ടാണ്. എൻ്റെ മകൻ ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ അവ ഏത് പാർട്ടിയിൽ പോകാൻ ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യ വ്യവസ്ഥയിൽ അവകാശമുണ്ട്. പക്ഷേ ഇന്ത്യ അച്ഛൻ ഈ സമൂഹം അംഗീകരിക്കുന്ന ഒരാളാവുന്നുണ്ട് എന്നുള്ളതൊക്കെ എൻ്റെ മകൻ ആലോചിക്കണം. അത് CMPനെ കൊണ്ടാണ്, അത് UDFനെ കൊണ്ടാണ് എന്നാലോചിക്കണം. അതല്ല എന്തെങ്കിലും കിട്ടും എന്നുള്ള കണ്ടീഷനിൽ പോകണതാണ് ഇതൊക്കെ. അല്ലാതെ ഇതിലൊന്നും രാഷ്ട്രീയമില്ല, ആമാശയം മാത്രമേ ഉള്ളൂ. അപ്പോഴത്തെ ആ ഒരു ഇത് മാത്രം. അതെ, ഞാൻ പറഞ്ഞല്ലോ, അതിലൊന്നും രാഷ്ട്രീയമല്ല, ആമാശയം മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ താങ്കൾ സൂചിപ്പിച്ച ഒരു ദയനീയ ചിത്രം തന്നെ താങ്കൾ പറയുകയുണ്ടായി. വയനാട്ടിലെ വന്യമൃഗശല്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇപ്പോഴും അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പല ഭാഗങ്ങളിലും കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 3 പേരാണ് കാട്ടാനയുടെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിന് മുൻപത്തെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാനിത് അടുപ്പിച്ച് 3 വന്നുകൊണ്ടാണ് പറയുന്നത്. അത്തരത്തിൽ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ. എന്താണ് താങ്കൾ ഈ ഒരു വന്യമൃഗശല്യം രൂക്ഷമാവാനുള്ള ആ ഒരു ഇതിനെങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? നിങ്ങളിവിടെ മുമ്പിൽ നോക്ക്, ഇവിടെ തേക്ക് പ്ലാന്റേഷനാണ്. ആ തേക്ക് പ്ലാന്റേഷൻ മുഴുവൻ എടുത്തൊഴിവാക്കണം. നാച്ചുറൽ വനങ്ങൾ വേണം. ഈ കാടിന്ന് പുറത്തേക്ക് വരാതിരിക്കാൻ അവർക്ക് എന്തൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല അവിടെ, വനത്തിൻ്റെ ഉള്ളിലില്ല. വനത്തിൻ്റെ ഉള്ളിൽ ചൂടാണ്, വനത്തിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ കിട്ടണില്ല. ഈ തേക്കിൻ്റെ സൈഡിൽ കൂടി പോയിട്ട് എന്നിട്ട് ആന നിങ്ങൾക്ക് കാണാം, ആന തേക്കിൻ്റെ ഇത് കുത്തിയിട്ട് ആ തോല് വലിച്ച് കഴിക്കുക. അപ്പോൾ അതൊന്നും ഈ ഫോറസ്റ്റുകാർ കാണില്ലേ? അങ്ങനെയാണ് തേക്ക് വീണ് പോണ്. പല പേർക്കും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന വീണ് കിടക്കുന്നതൊക്കെ ആന കുത്തിയിട്ട് ആ തോല് മാത്രം വലിച്ചെടുക്കാൻ വേണ്ടി അവൻ കുത്തി തള്ളിയിടുന്ന. അവർക്ക് വേണ്ട വെള്ളം, അവർക്ക് വേണ്ട ഭക്ഷണം അത് കൃത്യമായി കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മളെപ്പോലെ തന്നെ കാട്ടിൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ ഡാമുകൾ ഉണ്ടാക്കുന്നത്. വാട്ടർ അതോറിറ്റീനെ പോലെയുള്ള അതോറിറ്റികൾ കാട്ടിൻ്റെ ഉള്ളിലേക്കും വെള്ളം കൊടുക്കണം, മനുഷ്യന് കൊടുക്കണം. എന്ത് അതിൻ്റെ ബാധ്യത ഗവൺമെൻറ് ഏറ്റെടുക്കണം. പിന്നെ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് മലയോര പ്രദേശങ്ങളിലെ മുഴുവൻ ജനങ്ങളും ടൂറിസ്റ്റുകളും ഇൻഷൂർ ചെയ്യണം. ആ ഇൻഷൂർ സുരക്ഷിതമില്ല, ഒരു സുരക്ഷിത ആർക്കും ജോലിക്ക് പോയത് അപ്പോൾ എന്നുള്ള അദ്ദേഹം ജോലിക്ക് പോകുന്നതിനിടയ്ക്കാണ്
അജീഷ് ഇതുപോലെ പുല്ലരിയാൻ വേണ്ടി പോയതായിരുന്നു. അതെ, അത്തരത്തിൽ എല്ലാവരും ഒക്കെ അജീഷിന്റെ പ്രശ്നമാണെങ്കിൽ കാട്ടാന പുറകെ വന്ന് വീടിന് സമയം വെച്ച് കൊലപ്പെടുത്തുന്നു. പാകേരിയിലെ പ്രജീഷ് ആണെങ്കിൽ പുല്ലരിയാൻ പോയതായിരുന്നു. ക്ഷീരകർഷകനാണ് അദ്ദേഹം. അവിടെ വെച്ചാണ് കൊലപ്പെടുത്തുന്നത്. അതെ. ഇവിടെ ഇപ്പം ഞങ്ങൾ 1 ലക്ഷം രൂപ കൊടുത്തു. ആ കുട്ടി ഇവിടുന്നാണ്, ഈ റോഡിൻ്റെ മുകളിൽ നിന്നാണ് ആന കുത്തിയത്. അതുപോലെ തന്നെ ഇന്നലെ കൊടുത്ത കരുണാകരൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം കൊണ്ട് പിടിച്ചു നിന്നാ. പുലി പിടിച്ചിട്ട് പുലി ഇയാളെ തല്ലിയിട്ടിട്ട് ഈ കാല് രണ്ടും വലിച്ചു പോയി, എല്ല് മാത്രം ബാലൻസായി. ഇപ്പം കുറച്ച് ഇതായിട്ട് മസിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള കാഴ്ചപ്പാടില്ലായ്മയാണ്, ദീർഘവീക്ഷണമില്ലാത്ത. അത് ഇപ്പം ഭരിക്കണവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, മുമ്പ് ഭരിച്ചവരും ഒക്കെ ഇതുതന്നെയാണ്. ഇവർക്ക് എവിടുന്ന ഭക്ഷണം കൊടുക്കേണ്ടത്? ഇവർക്ക് അതിനാ കിട്ടുന്ന പൈസ ഈ കാല് കീറിയിട്ടും. ആനയ്ക്ക് മനസ്സിലായി ഈ കമ്പി ഇങ്ങനെ കമ്പി ഒറ്റ അടി അല്ല. നിങ്ങൾക്ക് വയനാട്ടുകാർക്ക് ശരിക്കും അറിയാം, കമ്പി അടിച്ച് ആനങ്ങ് പോരും. അപ്പം അതിനെന്ത് മാർഗം? ഓസ്ട്രേലിയയെ പോലെയുള്ള രാജ്യങ്ങളിൽ പോയിട്ട് പഠിക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യാം. ഞങ്ങൾ അതിനാണ് ഹൈക്കോടതിയെ പോകുന്നത്. ഇപ്പം ഈ ഒരു അവസരത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആ കാര്യം തന്നെയാണ്. ഇപ്പം വിദേശ രാജ്യങ്ങളിലുള്ള മാതൃക എന്തുകൊണ്ട് നമുക്കിവിടെ പിൻപറ്റിക്കൂടാ എന്നാണ് ഇപ്പോൾ ചോദ്യം വരുന്നത്. അതെ, അത് മാത്രമല്ല, അത് പിൻപറ്റിയാൽ നമുക്ക് ഫോറസ്റ്റ് ടൂറിസം ഭയങ്കരമായി വർദ്ധിപ്പിക്കാം. ആ പൈസ മതി ഇതിന്. ഉള്ളിൽ കൂടി നമുക്ക് ആളുകളെ കടത്തി വിടാം, മേലെ കൂടി ആളുകളെ കൊണ്ടാവാം. അതിനൊക്കെ ചിലവാക്കണ പൈസ മതി നമുക്ക്. ഈ ഗവൺമെൻറ് കയ്യിൽ നിന്ന് വല്ലാതെ ഒന്നും എടുക്കണ്ട. ഗവൺമെൻറ് ഈ തേക്കന്നെ ഒന്ന് വിറ്റ് കഴിഞ്ഞാൽ ഒരു എൻ്റെ അഭിപ്രായത്തിൽ 1 ലക്ഷം കോടിക്കൊന്നും ഉള്ള തേക്കുകൾ വയനാട്ടിൽ തന്നെ കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു പ്ലാന്റേഷനിൽ. അതിൽ മുറിച്ച് മാറ്റാൻ പറ്റുന്ന മുറിച്ച് മാറ്റുക, പുതുതായിട്ട് പ്ലാന്റ് ചെയ്യാതിരിക്കുക, നാച്ചുറൽ വനമാക്കി മാറ്റുക. താങ്കൾ നല്ലൊരു സൊല്യൂഷനാണ് താങ്കൾ മുന്നോട്ട് വെച്ചത്. അതിനൊപ്പം തന്നെ ഇപ്പോഴത്തെ ഒരു വിഷയം, മറ്റൊരു പ്രശ്നം എന്നുള്ളത് ഈ കേന്ദ്ര വനനിയമവുമായി ബന്ധപ്പെട്ടതാണ്. ആ വനനിയമം പലപ്പോഴും LDF ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമരം നടത്തിയിരുന്നു. ആ വനനിയമം ഭേദഗതി ചെയ്യാത്തത് കൊണ്ട് പല കാര്യങ്ങൾക്കും പെട്ടെന്നൊരു ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ ആ നടപടിക്രമങ്ങളിലേക്ക് പോകുന്നതിനൊക്കെ ഈ വനനിയമം തടസ്സമായി നിൽക്കുന്നു എന്നുള്ള ഒരിതാണ് പറയുന്നത്. പക്ഷേ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി വയനാട്ടിൽ വന്ന സമയത്ത് ഭൂപേന്ദ്ര യാദവ് പറഞ്ഞൊരു കാര്യം, ഇതൊന്നും ഭേദഗതി ചെയ്യേണ്ട ഒരു ആവശ്യം ഇപ്പോഴില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിലവിലെ നിയമം തന്നെ ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്നുള്ളതാണ് പറയുന്നത്. ഈ വനനിയമം ഭേദഗതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് CMPയുടെ ഒരു നിലപാടെന്താ? നിങ്ങൾക്കൊരു നിയമം മോശമാണെന്ന് തോന്നിയാൽ ഇന്ത്യൻ ഭരണഘടന വെച്ചിട്ട് സുപ്രീം കോടതിയിൽ പോവാം. എന്തേ പോകാഞ്ഞ്? ബത്തേരി ടൗണിലും കൽപ്പറ്റ ടൗണിലും ധർണ നടത്തിയാൽ പോരല്ലോ. അത് കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തിയാൽ പോരല്ലോ. നിങ്ങൾക്ക് പാർലമെൻറ്റിൽ മെമ്പർമാരില്ലേ? നിങ്ങൾ എന്തെങ്കിലും ഈ വിഷയം അവതരിപ്പിച്ച ഏതെങ്കിലും മെമ്പർമാരുണ്ടോ എന്നൊന്ന് നോക്കി. അതുകൊണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികൾ ആളുകൾ മരിക്കുമ്പോൾ അത് നിങ്ങളെ ചാനലുകാരും ആ ഡെഡ് ബോഡിയും കൊണ്ട് ഇങ്ങനെ നടക്കുക, അതൊക്കെ ഒരു മോശമായ ചിത്രീകരണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ പാർട്ടി പോലും മൃതശരീരം മരിച്ച അയാളെ സെൻഡ് ഓഫ് ഭംഗിയായി നടത്തുക, അതിന് കാരണക്കാരായ ആളുകളെ നേർക്ക് പോവുക. ഫോറസ്റ്റിൻ്റെ നേർക്ക് നമ്മൾ ഫോറസ്റ്റുകാരെ റോഡിൽ ഇറക്കാതിരിക്കാനുള്ള സമരങ്ങൾ, അങ്ങനെ സമരങ്ങളെ നടത്തുന്നുണ്ട്. അല്ല ഡെഡ് ബോഡി വെച്ചിട്ട് കുറേ സമയം വന്ന് അതിനൊരു ബാർഗെയിൻ നടത്തി അതോടുകൂടി ആ പ്രശ്നം തീർന്നു. കഴിഞ്ഞ തവണ എറണാകുളത്ത് ഉൾപ്പെടെ UDF LDF BJP എന്നുള്ളതല്ല, ഈ രീതി ശരിയല്ല എന്നുള്ളതാണ്. ആര് നടത്തിയാൽ മൃതദേഹത്തോടുള്ളൊരു അനാദരവ്, മൃതദേഹത്തിന് അതാരായാലും ശരി അവരെ ഭംഗിയായിട്ട് യാത്രയാക്കുക എന്നുള്ളതാണ് നമ്മളെ കടമ. ആന പോലും ഈ പറയുന്ന ഒരാന മരിച്ചാൽ അത് കാട്ടേണ്ടത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടില്ലേ? അവരെ യാത്രയപ്പോൾ നിങ്ങൾ കണ്ടില്ലേ? അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ അവർ ആ കാട്ടിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും കാട്ടിയിട്ടുണ്ടാവുക എന്ന് നമ്മൾ ആലോചിക്കണം. അതുപോലെ മരിച്ച ആളെ സ്വതന്ത്രമായി അദ്ദേഹത്തിനെ പള്ളിയിലേക്കോ സെമിത്തേരിയിലേക്കോ എവിടേക്ക് വെച്ചാൽ മശാനത്തിലേക്കോ യാത്ര അയച്ചിട്ട് ഈ ഫോറസ്റ്റിനെതിരെ ആണ് ആരാണോ ഇതിന് ഉത്തരവാദികൾ അവർക്കെതിരെ സമരം നടത്താം. അതിനെന്തിനാ ഡെഡ് ബോഡി? ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി MP വയനാട് സന്ദർശിച്ചിരുന്നു.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രമന്ത്രി വനം പരിസ്ഥിതി മന്ത്രി വന്നിരുന്നു, സംസ്ഥാനത്തെ 3 മന്ത്രിമാർ വന്നിരുന്നു. അതൊക്കെ ഈ വയനാടൻ ജനത ഏറെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇവരുടെയൊക്കെ വരവ് നോക്കിക്കാണുന്നത്. കാരണം ഇനിയെങ്കിലും ഒന്ന് സ്വതന്ത്രമായി പുറത്തിറങ്ങണം, ജോലി ചെയ്യണം, മക്കളെ സ്കൂളിലേക്ക് വിടണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഏത് സമയത്താണ് വരുന്നത്? നേരത്തെയൊക്കെ വീടും പരിസരങ്ങളൊക്കെ ഒരു താമസക്കാരെയൊക്കെ സംബന്ധിച്ച് സുരക്ഷിതമായിരുന്നു. പക്ഷേ അജീഷിൻ്റെ ആ ഒരു പ്രശ്നത്തോടെ അതൊന്നും സുരക്ഷിതമല്ല എന്നുള്ള ഇതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവരുടെയൊക്കെ ഒരു സന്ദർശനത്തോടെ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു ഇത് കണ്ടെത്താൻ പറ്റുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്? ഇവരുടെയൊക്കെ വരവോട് കൂടിയിട്ട് ഇതിനൊക്കെ ഒരു മാറ്റം, ഒരു ചേഞ്ച് വരുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു പ്രതീക്ഷയില്ല. പഴയതുപോലെ തന്നെ ആയിരിക്കും. പഴയതുപോലെ തന്നെ ആയിരിക്കും. നടപടികളാണ് വേണ്ടത്, ശക്തമായ നടപടികളാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. പൂർണ്ണമായി ഇൻഷൂർ ചെയ്യണം. മലയോര പ്രദേശങ്ങളിൽ കർശനമായ ഫോറസ്റ്റ് നിയന്ത്രണം വേണം. ഫോറസ്റ്റിലെ വെള്ളെത്തിക്കലും ആ കാര്യങ്ങളൊക്കെ വനംവകുപ്പ് കൃത്യമായി നോക്കിക്കൊള്ളണം. അഥവാ പുറത്തിറങ്ങിയിട്ട് ആളുകൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ആ പറ്റണതിന് ഒരു കോടി രൂപ വരെ മരിച്ച ആളുകൾക്ക്, അത് വയസ്സൊക്കെ അതിനൊരു ട്രിബ്യൂണൽ വേണം. ഇത് വയനാട്ടിൻ്റെ മാത്രം ആയി തുടങ്ങിയില്ല. കോഴിക്കോട് ടൗണിലേക്ക് കണ്ണൂർ, എറണാകുളത്ത്, മഞ്ചേരി. ഇന്നലെ ഒരു ഇത് എന്തിനേറെ ഞാൻ ഇന്നലെ സഹദേവനെ കാണാൻ പോയി. സഹദേവനെ നിങ്ങൾക്കറിയാം, CPM-ന്റെ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. കാട്ടുപന്നിയുടെ ആക്രമണം വെച്ചിട്ട് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അടിച്ചിട്ടത്. ഇന്നലെ തന്നെ എൻ്റെ മുമ്പിൽ ഒരു എന്താണെന്ന് അറിയില്ല, ചെറിയ പാലൊക്കെയുള്ളൊരു സാധനം ഈ വീട്ടിൻ്റെ മുമ്പിൽ വന്നു. അപ്പം അവർ പുറത്തേക്ക് ഇറങ്ങാം, ഭക്ഷണങ്ങൾ നോക്കി പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ അവരെ സംരക്ഷിക്കണം. അത് വനംവകുപ്പാണ് ചെയ്യേണ്ടത്. മനുഷ്യരെ സംരക്ഷിക്കണം, അത് ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് പഞ്ചായത്ത്, സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് ഇൻഷൂർ ചെയ്യണം അടിയന്തരമായി. ഇത് ഉന്നയിച്ചിട്ട് ഞങ്ങൾ CMP പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആവശ്യം തന്നെയാണ്. ഹൈക്കോടതി പോകും, ഹൈക്കോടതി തല്ലിയാൽ സുപ്രീം കോടതി പോകും. ഓക്കെ, അവസാനമായി ഇനി എന്തൊക്കെയാണ് വയനാട്ടിൽ പുതിയ പ്രോജക്റ്റുകൾ എന്തെങ്കിലും? പുതിയ പ്രോജക്റ്റ് വയനാട്ടിൽ ആവശ്യത്തിലേറെ റിസോർട്ടുകൾ വന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് റിസോർട്ടിനെ പറ്റിയിട്ട് വയനാട് ഇങ്ങനെ തന്നെ നിലനിർത്തുക എന്നുള്ളത്, ഇവിടുത്തെ പാടങ്ങൾ നിലനിർത്തുക എന്നാണ്. അതൊന്നും എൻ്റെ കയ്യിൽ ഇല്ല. പാടം ഇങ്ങനെ 5 സെൻറ്റാക്കി വീട് ആക്കുന്ന രീതിയൊക്കെ മാറ്റി പാടമായിട്ട് നിലനിർത്തുക. ഇനി പ്രത്യേകിച്ച് ഈ കാട്ടിൻ്റെ അടുത്ത് റിസോർട്ടുകൾക്ക് പെർമിഷൻ കൊടുക്കാതിരിക്കുക, ഉള്ള റിസോർട്ടുകൾക്ക് എല്ലാ സഹായം ചെയ്തും കൊടുക്കുക. ഇനി വന്നു കഴിഞ്ഞാൽ താങ്ങാവുന്നതിലും അപ്പുറമാണ്. നമ്മളെ പ്രകൃതിക്ക് ദോഷം ചെയ്യുകയൊക്കെ. ഒരു വ്യവസായങ്ങളും വയനാട്ടിലേക്ക് പ്രത്യേകിച്ച് വരേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ വയനാട് അതാണ്, തോട്ടം മേഖലയാണ്. അതൊക്കെ സംരക്ഷിക്കുക, അവിടുത്തെ കർഷകരെ സംരക്ഷിക്കുക, അത് നിലനിർത്തുക ഭംഗിയായിട്ട്. അല്ലാതെ ഒരു വലിയ ഫാക്ടറി വരല്ലോ. ഫ്ലാറ്റ് തന്നെ വരുന്നത് തെറ്റാന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കയറി വരുന്നിടത്ത് ഫ്ലാറ്റ്. വയനാട്ടിൽ ഫ്ലാറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോഴുള്ള തോട്ടങ്ങളും അതുമൊക്കെ അതിനെന്തെങ്കിലും പ്രയാസം ഉണ്ടെച്ചാൽ ഗവൺമെൻറ് സഹായിച്ചു കൊടുക്കുക. അതാണ് മെയിനായിട്ട്. ഇനിയും വന്നു കഴിഞ്ഞു, ഇപ്പോൾ തന്നെ നമുക്കറിയാം വയനാടിൻ്റെ ക്ലൈമറ്റൊക്കെ തകിടം മറിഞ്ഞു, മഴയില്ല, അങ്ങനെയുള്ള വിഷയങ്ങളിലേക്കൊക്കെയാണ് പോകുന്നത്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് താങ്ങാവുന്നതിലും അപ്പുറം തന്നെയാണ്. ഇനിയൊരു പുതിയ കാര്യങ്ങളൊന്നും ഇതുപോലെയുള്ളത് വരണ്ട എന്നുള്ളത് തന്നെ. പ്രത്യേകിച്ച് കോറി അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിനൊന്നും പെർമിഷൻ കൊടുക്കാതിരിക്കുക. ഒരു 15 മീറ്ററിൽ മേലെയുള്ള അതിപ്പം തന്നെ നിയമത്തിലില്ലെങ്കിൽ പോലും ഏതോ നല്ല കലക്ടർ വന്നിട്ട് അത് തീരുമാനിച്ചുകൊണ്ട് വലിയ ബിൽഡിങ്ങുകൾ വരാതിരിക്കും. തോട്ടം മേഖലയെ സംരക്ഷിക്കുക, പണ്ടത്തെ സ്ഥിതിയിലേക്ക് കാപ്പി, കുരുമുളക് ഒക്കെ പണ്ടത്തെ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക, അതിനെ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ ഈ വയനാട്ടിലെ ആരോഗ്യ മേഖല നമുക്കറിയാം, മെഡിക്കൽ കോളേജിൻ്റെ വിഷയം അറിയാം. അത് പലപ്പോഴും എപ്പോഴും ഈ ഒരു വിഷയത്തിൽ തന്നെ ഈ പാക്കത്തെ പോളിനെ അവിടെ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉൾപ്പെടെ ഈ ഒരു പോളിൻ്റെ ഭാര്യ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവർ ആ ഒരു നിലപാടിൽ തന്നെയാണ്, കൃത്യമായ ചികിത്സാ സംവിധാനങ്ങൾ കിട്ടിയില്ല എന്നുള്ളത്.
ഈ ഒരു ആരോഗ്യ മേഖലയ്ക്ക് നമുക്കറിയാം ചുരമിറങ്ങാതെ ഒരു വിദഗ്ധ ചികിത്സ, കാരണം മെഡിക്കൽ കോളേജ് പൂർണ്ണ സജ്ജമായിട്ടില്ല, അത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വയനാട്ടുകാരെ സംബന്ധിച്ചൊരു വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ചുരമിറങ്ങണം, ചുരത്തിലാണെങ്കിൽ പലപ്പോഴും ബ്ലോക്ക്, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊജക്റ്റോ അത്തരത്തിൽ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് താങ്കളുടെ ഭാഗത്തുനിന്ന്? നമുക്ക് പെട്ടെന്ന് ആളുകളെ കോഴിക്കോട് എത്തിക്കുക, അല്ലെങ്കിൽ എറണാകുളത്ത് എത്തിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കോയമ്പത്തൂർ അല്ലെങ്കിൽ ബാംഗ്ലൂർ എവിടെയാവട്ടെ. നമുക്ക് വേണ്ടത് വയനാട് മാത്രമായി ഒരു ഹെലികോപ്റ്റർ ഏത് സമയത്തും സജ്ജമാക്കി നിർത്താൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാണ്. വേറെ ഒന്നും ഒരു ചെയ്യേണ്ട. അത് കൽപ്പറ്റയിലാവാം, മാനന്തവാടി, ഏതാണോ സെൻറ്റർ വെച്ചാൽ ആ സെൻറ്ററിലേക്ക് ആളുകളെ വളരെ വേഗത്തിൽ എത്തിക്കുകയും ആ ഹെലികോപ്റ്ററിൽ മൂവ് ചെയ്യാനും കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രോഗികളൊക്കെ രക്ഷപ്പെടും. അതിന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഹെലികോപ്റ്റർ ലീസിനായാലും അല്ലെങ്കിൽ ഇങ്ങനെയാണ് എങ്കിലും അതൊന്നും ഇപ്പം വലിയ പൈസ വരുന്ന കാര്യമല്ല. ഒരു മണിക്കൂറിന് ഇത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആ പൈസ മാസം കൊടുത്താൽ മതി. അത് കൊല്ലങ്ങൾക്കൊക്കെ അഗ്രിമെൻ്റ് എഴുതാൻ വളരെ ഇതായിരുന്നു. പുതിയ ഹോസ്പിറ്റൽ തുടങ്ങലല്ല, ഇപ്പം ചെറിയ ഹോസ്പിറ്റലുകളുണ്ട്. നമ്മുടെ 2 മെഡിക്കൽ കോളേജുകളുണ്ട്, മേപ്പാടി ഒരു സ്വകാര്യ മേഖലയും സർക്കാർ മെഡിക്കൽ കോളേജുണ്ട്. പക്ഷേ അതൊന്നും വേണ്ടത്ര ആവും എന്നുള്ളൊരു പ്രതീക്ഷ, അതിന് മാത്രമുള്ള രോഗികളെ നമുക്ക് കിട്ടുന്നില്ല. വയനാട്ടിനുള്ളൊരു കുഴപ്പം. നമ്മുടെ നേതൃത്വത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥാപനം, അങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടോ എന്തെങ്കിലും വയനാട്ടിൽ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട്? നമ്മളിപ്പോൾ മന്ത്രി ഒന്നും ആവാൻ പോകണില്ലല്ലോ, മന്ത്രിയായ ആലോചിക്കായിരുന്നു. അല്ലാതെ ഞങ്ങളുടെ സഹകരണ മേഖലകളെല്ലാം തകർത്തിയില്ലേ? ഉദ്ദേശിച്ചത് അതാണ്, സഹകരണ മേഖലയാണ് ഉദ്ദേശിച്ചത്. സഹകരണ മേഖലയിൽ അതൊക്കെ തകർത്തിയില്ലേ? സഹകരണ മേഖലയിലൊന്നും ഇനിയാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. സെൻട്രൽ ഗവൺമെൻറ് ഇങ്ങനത്തെ ഇടുക്കി, വയനാട് അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ മലയോര പ്രദേശങ്ങളിലും, ഇവിടെ മാത്രമല്ല, നമ്മുടെ കൊടൈക്കനാൽ അങ്ങനെ തുടങ്ങിയില്ല, ഗൂഡല്ലൂർ ഞാൻ ഈ പറയുന്നത് വന്നു കഴിഞ്ഞാൽ ഗൂഡല്ലൂരിലെ കുറേ സാധ്യതകൾ ഈ ഹെലികോപ്റ്ററിന് എടുക്കാൻ പറ്റും. പക്ഷെ അത് ത്രൂ ഔട്ട് നമ്മൾ ആംബുലൻസ് പോലെ ഒരു 108 പ്രകാരം ഹെലികോപ്റ്റർ 112 എന്ത് നമ്പർ കാണിച്ചാലും ഇട്ടോട്ടെ, അതിന് സജ്ജമായ ഒരു ക്യാമ്പ്, ഡോക്ടർമാരടക്കമുള്ള ഒരു ക്യാമ്പ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആലോചിക്കുക വേണം. വളരെ എല്ലാവർക്കും ഉപയോഗപ്രദമാവുന്ന ഒരു സംഭവം തന്നെയായിരിക്കും അത്. കാരണം ഈ ഒരു പോളിനെ ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ഇവിടെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ആ സമയം തന്നെ ആംബുലൻസ് വന്നപ്പോൾ അതിൽ കിടത്താനുള്ള സംവിധാനമില്ല. ആംബുലൻസ് അല്ല, ഹെലികോപ്റ്റർ വന്നു, പക്ഷേ അതിൽ കിടത്തി കൊണ്ടുപോകാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അത് തിരിച്ചു പോകുന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഹെലികോപ്റ്റർ കൊണ്ടുവരുന്ന ആളുകൾ ആലോചിക്കണം, മനസ്സിലായ? ഹെലികോപ്റ്റർ ആംബുലൻസ് ഹെലികോപ്റ്റർ വേണം നമുക്ക്, അതിനുള്ള ഡോക്ടർമാർ വേണം. അതാണ് പെട്ടെന്ന് വേണ്ടത്. അതാണ് വയനാട് ശ്രദ്ധിക്കേണ്ടത്, വയനാട്ടുകാർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്നോട് ഇന്ന് സംസാരിച്ചതിൽ ഏറ്റവും വലിയ ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. എൻ്റെ ഐഡിയ ഞാൻ പറഞ്ഞു എന്നുള്ളത്. ഇത് കേട്ടിട്ട് എന്തെങ്കിലും നമ്മളെ ഭരണാധികാരികൾക്ക് തോന്നിയാൽ നമ്മൾ തൃപ്തനായി. വളരെയധികം നന്ദി. ഇത്രയും തിരക്കിനിടയിലും താങ്കൾ ഇത്തരത്തിലൊരു സമയം നമ്മോട് ചിലവഴിച്ചതിന് വളരെയധികം നന്ദി. ഓക്കെ.